ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ആഗോള സഹകരണത്തിനായി ഒരു സംഘടന വേണമെന്ന് ചൈന. ഷാങ്ഹായിൽ നടക്കുന്ന വാർഷിക ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിലാണ് ചൈനയുടെ ഈ നീക്കം. AI രംഗത്ത് യുഎസിന് പകരം സ്വന്തം നേതൃത്വത്തിൽ ആഗോള സഖ്യം കെട്ടിപ്പടുക്കുകയെന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന AI സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാനും രാജ്യത്തെ AI മുന്നേറ്റങ്ങൾ പങ്കുവയ്ക്കാനും ചൈന ഈ സംഘടനയിലൂടെ ആഗ്രഹിക്കുന്നുവെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് കോൺഫറൻസിൽ പറഞ്ഞു. അതേസമയം ആഗോളതലത്തിൽ AI രംഗത്ത് യുഎസിന്റെ ശക്തി വളർത്താൻ അമേരിക്കൻ കമ്പനികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന സമീപനമാണ് ട്രംപ് ഭരണകൂടത്തിന്. ഇതിനായി AI കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ യുഎസ് ലഘൂകരിക്കുകയാണ്. ഇതുവഴി യുഎസിന്റെ AI ഉൽപ്പന്നങ്ങളുടെ തടസ്സങ്ങളില്ലാത്ത കയറ്റുമതിയും സുഗമമായ AI അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാകും. എന്നാൽ AI ഉൾപ്പെടെ സാങ്കേതിക വിദ്യാ രംഗത്ത് യുഎസും ചൈനയും കടുത്ത മത്സരം നിലനിൽക്കുകയാണ്. AI രംഗത്ത് ചൈനയുടെ മുന്നേറ്റങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ യുഎസ് നടത്തിവരുന്നുണ്ട്. സാങ്കേതിക വിദ്യയും അപൂർവ മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചൈനയും അതേപടി യുഎസിനെ മറുപടി നൽകുന്നുണ്ട്. AI രംഗത്ത് തങ്ങളുടെ നേതൃത്വം ഉറപ്പിക്കാനുള്ള യുഎസ് ശ്രമങ്ങൾക്ക് അതേ നാണയത്തിലുള്ള മറുപടിയായാണ് ചൈന പുതിയ സംഘടനയ്ക്കായി ശ്രമിക്കുന്നത്. അവകാശങ്ങളുണ്ടായിരിക്കണമെന്നും ചൈന ആഗ്രഹിക്കുന്നുവെന്ന് ലീ പറഞ്ഞു. AI രംഗത്തെ തങ്ങളുടെ മുന്നേറ്റവും ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ അർദ്ധഗോളത്തിലെ വികസ്വര രാജ്യങ്ങളെയും വരുമാനം കുറവുള്ള രാജ്യങ്ങളെയും വ്യവസായവൽക്കരണം കുറഞ്ഞ രാജ്യങ്ങളെയുമാണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത്.